ഹലോ. അപ്പം നമ്മളിത് പൊന്നുവിനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും മുമ്പേ വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിച്ച് ഇട്ടപ്പോഴത്തേക്ക് സൈസ് ചെറുതായി പോയി. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി വാങ്ങിച്ചു, സൈസ് മാറ്റി വാങ്ങിച്ചു. മീഡിയമാണ് വാങ്ങിച്ച് കൊടുത്തിരുന്നത്. ഇപ്പം ലാർജ് സൈസ് കൊടുത്തു. ലാർജ് അല്ലേ കുഞ്ഞു? ലാർജ് സൈസ് കൊടുത്തു. അപ്പം എന്താണെന്നുള്ളത് കാണിച്ചു തന്നാലോ? അപ്പൊ ഇതേ എൻ്റെ ഓഫീസിൽ വൈഷ്ണവി എന്ന് പറയുന്ന കുട്ടിയുണ്ടായിരുന്നേ, ഉണ്ടായിരുന്നു നല്ല. അപ്പൊ അവൾ ഇട്ടിട്ട് വന്നത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവൾ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും അപ്പൊ അവളുടെ അടുത്ത് ചോദിച്ച് അതിന്റെ ലിങ്ക് ഒക്കെ വാങ്ങിച്ച് അപ്പൊ അവൾ എനിക്ക് ലിങ്ക് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലിങ്ക് കയറി മീഷോന്ന് വാങ്ങിച്ചതാണ്. പ്രൈസ് വന്നിട്ട് 507 രൂപയാണ്. അപ്പം അത് അവളിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ എനിക്കിടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ എനിക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കണം ഭയങ്കര ആഗ്രഹമാണ്. ഇത് മുമ്പേ എനിക്ക് ഇങ്ങനെ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മടിച്ചിത് കൊള്ളത്തില്ലെന്ന് അറിയാത്തതുകൊണ്ട് എപ്പോഴും വാങ്ങുമ്പോൾ കറക്റ്റായിട്ട് വരത്തില്ലല്ലോ. അങ്ങനെ എന്തായാലും അവൾ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതിന് ബെൽറ്റൊക്കെ ഉണ്ടേ. അപ്പം ജീൻസിൻ്റെ ഒരു ക്ലോത്താണ്. ഇതാണ് മോഡല്. ഇതാണ് നമ്മുടെ ഇതിന്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അതിന് പുറത്തൂടെ ഇടാം. അപ്പോഴായിരിക്കും അടിപൊളിയായിട്ട് വരിക. എന്തായാലും ഞാൻ ഇട്ട് കാണിച്ചു തരാം. അമ്മ അവൾ ഇട്ട് കാണിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നുവിൻ്റെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ ഇതിന് പറയുന്ന പേരെന്താണ്? ഫിനോഫോം ഫ്രോക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഇത് കുറേ നാളായിട്ട് നമുക്ക് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈഷ്ണവി ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവളിന്ന് ലിങ്കൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഇതിന് നമുക്ക് 2-3 ടോപ്പൊക്കെ വാങ്ങിച്ച് വെച്ച് ടീഷർട്ടൊക്കെ വാങ്ങിച്ച് വെച്ചാൽ മാറ്റി ഇടാൻ പറ്റും. പിന്നെ ഇതിന് ബെൽറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് ഫ്രണ്ടിൽ വേണമെങ്കിലും ബാക്കിൽ വേണമെങ്കിലും കെട്ടാം. നമ്മുടെ ആ ഒരു കൊടുത്തേക്കുന്ന പിക്ചറിൽ ഫ്രണ്ടിൽ കെട്ടിയിരുന്നുകൊണ്ട് ഞാനും ഫ്രണ്ടിൽ കെട്ടി. പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ കയ്യിലവിടുത്തെ കുറച്ച് ഇത് സ്ട്രാപ്പ് വലുതാണെങ്കിൽ അതിനെ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും അടിപൊളി ലുക്കല്ലേ കാണാനൊക്കെ ആയിട്ട്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജീൻസിൻ്റെ ടൈപ്പാണ്, ജീൻസ് ടൈപ്പല്ല, ജീൻസ് തുണിയാണിത് തന്നെ. ഇനി നമുക്കിതിനോട് ബ്ലാക്ക് ടീഷർട്ടാണെങ്കിൽ കുറച്ചും കൂടി മാച്ചായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ പൊന്നിൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?